ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് വേണമെച്ചാൽ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്തായാലും എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മെമ്പർ ആവണം വെച്ചാൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോസിനും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് എൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. സെപ്റ്റംബർ മാസത്തിൽ എന്താണ് മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എങ്ങനെയായിരിക്കും ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി ക്യാൻസറിന് വേണ്ടിയിട്ട് ജഡ്ജ്മെൻ്റ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ 3 of Pentacles. കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് 8 of Swords. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 2 of Wands. ചാലഞ്ച് നിങ്ങൾക്ക് ഫൂൾ. അഡ്വൈസ് 7 of Cups ആണ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് Knight of Cups. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ ക്യാൻസർ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തോ പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനിൽ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോണു. അപ്പോൾ ഈ ബിഗിനിങ് ഉണ്ടാവും. ഇപ്പോൾ ഈ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു റീകൺസിലിയേഷൻ ആവാം. ഓക്കെ, ചിലവർക്ക്. പക്ഷെ നമ്മൾക്കത് ക്ലാരിഫൈ ചെയ്യാം. ഈ പുതിയ ബിഗിനിങ് എന്താണ്? ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ എന്താണ് കാണുന്നത്? ക്വീൻ ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിവോഴ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇല്ലച്ച ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇല്ലച്ച ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഒരു ഫേമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ ഇല്ലച്ച മെസ്സേജ് നിങ്ങൾക്ക് കിട്ടി. ആ മെസ്സേജ് കിട്ടിയപ്പോൾ നിങ്ങൾ എന്തോ ഒരു വലിയ തീരുമാനം എടുത്തിട്ട് എന്തോ പാസ്റ്റിൻ്റെ സൈക്കിൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് നോക്കണത്. ഇപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 3 of Pentacles ആണ്. അപ്പോൾ ഇതൊരു ജോലിയുടെ കാര്യത്തിലാവാം. ഓക്കെ, 3 of Pentacles കൊലാബറേഷൻ്റെ എനർജിയാണ്, ജോലിയുടെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പും ആവാം. എന്നുവെച്ചാൽ ഇവിടെ 10 of Cups കാണാണ്ട് ഇവിടെ ഒരു ഫാമിലി ലൈഫാണ് ഞാൻ കാണുന്നത്. എന്തോ ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ടായി, ഇല്ലച്ച എന്തോ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടായി. അതിൻ്റെ കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങൾ കുറേ ഒരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് പാസ്റ്റിൽ. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ സ്റ്റക്കായിട്ടാണ് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ വേണ്ടതെന്ന്. കുറേ നെഗറ്റീവ് എനർജീസും കൂടി ഉണ്ട്. നിങ്ങളുടെ വീട്ടിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യണ ആൾക്കാർ, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കുറേ ഒരു നെഗറ്റീവ് ആയിട്ടാണ് പെരുമാറണത്. എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പിൽ ആണ് ഞാനിത് കാണുന്നത്. ഓഫീസിൻ്റെ കാര്യത്തിലാണ് വെച്ചാൽ, ബിസിനസ് കാര്യത്തിലാണ് വെച്ചാൽ മേ ബി കലീഗ്സ്, കുറേ ഓഫീസ് പോളിറ്റിക്സും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷൻ ഇവിടെ കുറേ നെഗറ്റീവാണ്. കുറേ വേറെ ആൾക്കാർ കുറേ ഇൻ്റർഫിയർ ചെയ്യണു, അവരെന്തോ പറയണു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജി ഒരു സോൾമേറ്റ് കണക്ഷനാണ്, പക്ഷെ ഒരു ചോയ്സിൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. ജോലിയുടെ കാര്യത്തിലാണ് വെച്ചാൽ ഈ ജോലി വിട്ടു പോകണോ അതോ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ആ ഡിസിഷനാണ് എടുക്കാൻ പോണത്. 2 of Wands. നിങ്ങൾ കുറേ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യണോ. എന്നുവെച്ചാൽ ഇത് ഒരു വലിയ ഡിസിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക്
കെയർഫുള്ളായിട്ട് പ്ലാൻ തന്നെ ചെയ്യേണ്ടി വരും. 2 of Swords ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയും കൂടിയാണ്. എന്നുവെച്ചാൽ ഇമോഷണലി നിങ്ങൾക്ക് എന്തോ മനസ്സെന്തോ പറയണു, പിന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് വേറെ എന്തോ പറയണു. അപ്പോൾ ഇവിടെ കുറേ ഒരു ഹീലിംഗ് എനർജീസ് ഉണ്ട്, ഒരു ബ്രേക്ക് എടുക്കണ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഡിസിഷൻ എടുക്കാൻ പോണത്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ മെൻറ്റൽ ഫിസിക്കൽ ഹെൽത്ത് കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്നതാണ്. എന്നുവെച്ചാൽ എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ ധൈര്യമില്ല, ആ ഫെയ്ത്ത് ഇല്ല മുമ്പോട്ട് പോവാൻ. നിങ്ങൾക്കൊരു പേടിയുണ്ട്. ഓക്കെ, ഫൂൾ. അപ്പോൾ ടെമ്പറൻസ് എനർജി ഒരു ബാലൻസിൻ്റെ എനർജിയാണ്. ഇതാ നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങൾക്ക് ഒരു ബാലൻസ് വയ്ക്കാൻ പറ്റില്ല നിങ്ങളുടെ ഫാമിലി ലൈഫ് കരിയറിൽ. അതല്ല വെച്ചാൽ നിങ്ങൾ ഒരു ഫാമിലി ലൈഫ് ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. 7 of Cups ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സ് കുറേ കൺഫ്യൂസ്ഡ് ആണ് ഈ സമയത്ത്. കുറേ ആൾക്കാർ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറയണു, അതും ഒരു കൺഫ്യൂഷൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. 4 of Pentacles കുറച്ചൊരു സേവ് ചെയ്യണ എനർജിയാണ്. ഈ മാസം നിങ്ങൾക്ക് കുറച്ചുകൂടിയും പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കണം, ചിലവ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല റിലേഷൻഷിപ്പിലും യൂണിവേഴ്സ് പറയണത് കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരിക റിലേഷൻഷിപ്പിൽ. ഞാനിവിടെ ഒരു ലോസ് ആയിട്ട് ആണ് കാണുന്നത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേ വിഷമമുണ്ട്, അതായത് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പം നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനാണ്. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്താണ്? ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ്. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹിഡൻ സീക്രട്ട് ഫീലിങ്സ് ഉണ്ടാവും. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണു. ഔട്ട്കം, നിങ്ങൾക്ക് ഔട്ട്കം ഹൈ പ്രീസ്റ്റസിൻ്റെ ആണ്. ഹൈ പ്രീസ്റ്റസ് ഇൻറ്റ്യൂഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു പേടിയുണ്ട്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഒരു ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എന്തോ നിങ്ങൾക്ക് അറിയാം ശരിയല്ല എന്ന്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, പക്ഷേ ആ ആക്ഷൻ എടുക്കണ ധൈര്യമില്ല. അതാണ് യൂണിവേഴ്സ് പറയേണ്ടത്. ഈ മാസം കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും, പക്ഷേ ധൈര്യത്തോടെ ഡിസിഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. കാര്യങ്ങൾ കുറച്ചൊരു സമയമെടുക്കും ഡെവലപ്പ് ആവാൻ, പക്ഷേ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ ബോൾഡായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജ് ഇവിടെ പറയണത് സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ സൈൻസ് ഇവിടെ കാണുന്നത് ജെമിനായി ഉണ്ട്, ക്യാൻസർ ഉണ്ട്, പൈസീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ലിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.